6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെ മുതൽ നമ്മുടെ സ്കൂളുകളിൽ ഓണപരീക്ഷ ആരംഭിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ പരീക്ഷ അറബിക്കാണ്. വളരെ ഈസിയായി ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് അറബിക്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ അറബിയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ നിർബന്ധമായും ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുകയും ഓരോ ചോദ്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ തന്നിട്ടുള്ള പൊതുനിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ വായിച്ചിരിക്കണം. ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ചോദ്യപേപ്പർ നമുക്ക് കിട്ടിയാൽ ആദ്യം തന്നെ എല്ലാ ചോദ്യങ്ങളും ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. 6 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതണം. 6 ചോദ്യങ്ങളാണുള്ളത്. ആ 6 ചോദ്യങ്ങൾക്കാണ് നാം ഉത്തരം എഴുതേണ്ടത്. ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് ഉത്തരം എഴുതുക. ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കുക. ചോയ്സ് എ, ബി ചോദ്യങ്ങളിലെ 2 വീതം പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ചില ചോദ്യങ്ങൾക്ക് എ, ബി എന്നീ 2 ഓപ്ഷൻസുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കറിയുന്നത്, എളുപ്പമുള്ളത് എഴുതിയാൽ മതി. രണ്ടും കൂടെ എഴുതി സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ല. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം. ഈ ഒന്നാമത്തെ ചോദ്യത്തിന് എ, ബി എന്നീ 2 ഓപ്ഷൻസുകളുണ്ട്. രണ്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ വായിച്ച് ഏതാണോ എളുപ്പമുള്ളത് അതിന്റെ ഉത്തരം എഴുതിയാൽ മതി. ഒന്നാമത്തത് നുഇദ്ദുൽ ബയാന ബി മുസാഅദത്തിൻ നിഖാത്തി. താഴെയുള്ള പോയിന്റ്സുകൾ ഉപയോഗിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇവിടെ താഴെ കുത്തുബ് മിനാറിന്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. മനാറത്തു കുത്തുബ് എന്ന് പറഞ്ഞാൽ കുത്തുബ് മിനാർ. വിജ്ഹത്തുൻ സിയാഹിയത്തുൻ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രം. ഡൽഹി. കുത്തുബുദ്ദീൻ ഐബക്. ആരാണ് കുത്തുബ് മിനാർ ഉണ്ടാക്കിയത്? കുത്തുബുദ്ദീൻ ഐബക് അല്ലേ? ഈ പോയിന്റ്സുകളെല്ലാം ഉപയോഗിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് നമുക്ക് ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാൻ സാധിക്കുക? മനാറത്തു കുത്തുബ്, കുത്തുബ് മിനാർ എന്നുള്ളത് ഹിയ വിജ്ഹത്തുൻ സിയാഹിയത്തുൻ ഷഹീറത്തുൻ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ അറിയപ്പെട്ട പ്രസിദ്ധമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മനാറത്തു കുത്തുബ് ഹിയ വിജ്ഹത്തുൻ സിയാഹിയത്തുൻ ഷഹീറത്തുൻ ഫിൽ ഹിന്ദ്. തഖഉ ഹാദിഹിൽ മനാറത്തു ഫീ ദിൽഹി. എവിടെയാണ് ഈ കുത്തുബ് മിനാർ ഉള്ളത്? ഡൽഹിയിലല്ലേ? തഖഉ ഹാദിഹിൽ മനാറത്തു ഫീ ദിൽഹി. ബനാഹ, അതിനുണ്ടാക്കിയത് ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്. കുത്തുബുദ്ദീൻ ഐബക് ആണ്. ഒരു ചെറിയ പാരഗ്രാഫായി ഈ രൂപത്തിൽ കുത്തുബ് മിനാറിനെ കുറിച്ച് ഈ പോയിന്റ്സുകൾ ഉപയോഗിച്ച് ഒരു പാരഗ്രാഫ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. വിദ്യാർത്ഥികൾ അത് എഴുതി പരിശീലിക്കുകയും വേണം. മനാറത്തു കുത്തുബ് ഹിയ വിജ്ഹത്തുൻ സിയാഹിയത്തുൻ ഷഹീറത്തുൻ ഫിൽ ഹിന്ദ്. തഖഉ ഹാദിഹിൽ മനാറത്തു ഫീ ദിൽഹി. ബനാഹ കുത്തുബുദ്ദീൻ ഐബക്. മലയാളത്തിൽ അതിന്റെ അർത്ഥം, കുത്തുബ് മിനാർ ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇത് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. കുത്തുബുദ്ദീൻ ഐബക് ആണ് ഇത് നിർമ്മിച്ചത്. ഇതുപോലെ ചെറിയൊരു പാരഗ്രാഫ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇനി ഒന്നാമത്തെ ചോദ്യത്തിലെ ബി ഓപ്ഷൻ ചോദ്യമാണ്. നുഇദ്ദു മുദക്കിറത്തർ റിഹലത്തി ഇലൽ ഖറിയത്തി ബി മുസാഅദത്തി സുവരി വൽ അഫ്ആലി. താഴെ ചില ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ചില ഫിഅലുകൾ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങളുടെയും ഫിഅലുകളുടെയും സഹായത്തോടെ ഒരു ഗ്രാമയാത്രാ വിവരണം, ഒരു ഡയറി കുറിപ്പ് എഴുതുകയാണ് വേണ്ടത്. ഇവിടെ മനോഹരമായ പല ചിത്രങ്ങളും തന്നിട്ടുണ്ട്. പാടത്ത് പണിയെടുക്കുന്ന ഫോട്ടോയുണ്ട്, ഫുട്ബോൾ കളിക്കുന്ന ഫോട്ടോയുണ്ട്, നീന്തുന്ന ഫോട്ടോയുണ്ട്, മനോഹരമായ പ്രകൃതിയിലൂടെ കാറ് പോകുന്ന ഫോട്ടോയുണ്ട്, കൂട്ടുകാരോടൊപ്പം ചേർന്ന് ജ്യൂസ് കുടിക്കുന്ന ഫോട്ടോയുണ്ട്. അതുപോലെ ഇവിടെ ചില ഫിഅലുകൾ തന്നിട്ടുണ്ട്. റഅയ്തു, ഞാൻ കണ്ടു. സബഹത്തു, ഞാൻ നീന്തി. ശരിബത്തു, ഞാൻ കുടിച്ചു. ലഇബ്തു, ഞാൻ കളിച്ചു. ഷാഹത്തു, ഞാൻ കണ്ടു. അങ്ങനെ ഈ ഫിഅലുകളും അതുപോലെ ഈ ചിത്രങ്ങളുമൊക്കെ ഉപയോഗിച്ച് മനോഹരമായ ഒരു ഗ്രാമയാത്രാ വിവരണം എഴുതുകയാണ് വേണ്ടത്. എങ്ങനെയാണ് നമുക്ക് എഴുതാൻ സാധിക്കുക? ഉദാഹരണമായി, കഴിഞ്ഞയാഴ്ച ഞാൻ ഗ്രാമം സന്ദർശിച്ചു. അവിടെ മനോഹരമായ പ്രകൃതിയും റോഡിലെ കാറും ഞാൻ കണ്ടു. സന്തോഷത്തോടെ ഞാൻ വെള്ളത്തിൽ നീന്തി. കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിച്ചു.
പാടത്ത് കർഷകരെ കണ്ടു, ശേഷം കൂട്ടുകാരോടൊപ്പം ജ്യൂസ് കുടിച്ചു. ഇങ്ങനെ മനോഹരമായ ഒരു പാരഗ്രാഫ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് നമ്മൾ അറബിയിൽ എഴുതേണ്ടത്? ഫിൽ ഉസ്ബൂഇൽ മാളി സുറുത്തുൽ ഖറിയ. ഫിൽ ഉസ്ബൂഇൽ മാളി, കഴിഞ്ഞയാഴ്ച, സുറുത്തുൽ ഖറിയ, ഞാൻ ഗ്രാമം സന്ദർശിച്ചു. റഅയ്തു തബീഅത്തൽ ജമീല വസ്സയ്യാറത ഫിത്തരീഖ്, മനോഹരമായ പ്രകൃതിയും വഴിയിലെ കാറും ഞാൻ കണ്ടു. സബഹത്തു, ഞാൻ നീന്തി, ഫിൽ മായി, വെള്ളത്തിൽ, ബിസുറൂരിൻ, സന്തോഷത്തോടെ. സബഹത്തു ഫിൽ മായി ബിസുറൂരിൻ. ലഇബതു ഖുറത്തൽ ഖദമി മഅ അസ്ദിഖായി, എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ ഫുട്ബോൾ കളിച്ചു. ഷാഹത്തുൽ ഫല്ലാഹീന ഫിൽ മസ്റഅ, കൃഷിയിടത്തിൽ കർഷകരെ ഞാൻ കണ്ടു. സുമ്മ ശരിബത്തുൽ അസീറ മഅൽ അസ്ദിഖാ, പിന്നെ കൂട്ടുകാരോടൊപ്പം ഞാൻ ജ്യൂസ് കുടിച്ചു. ഈ രൂപത്തിൽ ഈ ഫീലുകളുടെ സഹായത്തോടെ ഒരു ഗ്രാമ യാത്രാ വിവരണം എഴുതുകയാണ് വേണ്ടത്. ഞാൻ ഒന്നും കൂടെ പറയാം, വിദ്യാർത്ഥികൾ അത് നോട്ട് ചെയ്തു വെക്കണം. ഫിൽ ഉസ്ബൂഇൽ മാളി സുറുത്തുൽ ഖറിയ റഅയ്തു തബീഅത്തൽ ജമീലത വസ്സയ്യാറത ഫിത്തരീഖ് സബഹതു ഫിൽ മാഇ ബിസുറൂരിൻ ലഇബതു ഖുറത്തൽ ഖദമി മഅ അസ്ദിഖായി ഷാഹത്തുൽ ഫല്ലാഹീന ഫിൽ മസ്റഅ സുമ്മ ശരിബത്തുൽ അസീറ മഅൽ അസ്ദിഖാ. ഈ രൂപത്തിൽ അവിടെ ഒരു പാരഗ്രാഫ് എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം, നഖറഉൽ ബയാന വനുജീബു ഹസബൽ ഇർഷാദാത്ത്. താഴെയുള്ള ഈ പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് ശേഷം നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. എന്താണ് പാരഗ്രാഫ്? സാഫറ ഷമീലുൻ മഅ ഉസ്റതിഹി ഇലാ മിസ്ർ. ഷമീൽ തന്റെ കുടുംബത്തോടൊപ്പം ഈജിപ്തിലേക്ക് യാത്ര ചെയ്തു. സാഫറ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു. സാഫറ ഷമീലുൻ മഅ ഉസ്റതിഹി ഇലാ മിസ്ർ. ഷമീൽ തന്റെ കുടുംബത്തോടൊപ്പം ഈജിപ്തിലേക്ക് യാത്ര ചെയ്തു. കാന ഫരിഹൻ ജിദ്ദൻ, അവൻ വളരെ സന്തോഷവാനായിരുന്നു. ശഅറ അന്ന ദാലിക സബാഹ അക്സറു ജമാലൻ, കാരണം ആ പ്രഭാതത്തിന് കൂടുതൽ ഭംഗിയുള്ളതായി അവന് തോന്നി. കാരണം എന്താ? ലിഅന്നഹു അവ്വലു മറത്തിൻ യുസാഫിറു ഫിത്തായിറ, അവൻ ആദ്യമായാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രഭാതം വളരെ ഭംഗിയുള്ളതായി അവനിക്ക് അനുഭവപ്പെട്ടു. താറത്തി ത്തായിറതു ഫൗകൽ ജിബാലി വൽ അൻഹാരി വൽ ഗാബതി വൽ ബിഹാർ, വിമാനം മലകൾക്കും പുഴകൾക്കും കാടുകൾക്കും കടലുകൾക്കും മുകളിലൂടെ പറന്നു. ഹബതത്തി ത്വായിറതു ഫീ മതാരിൽ ഖാഹിറ, വിമാനം കൈറോ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. ദഹബു, അവർ പോയി, ഇലൽ ഫുന്ദുഖി, ഹോട്ടലിലേക്ക് പോയി. ഫി സയ്യാറത്തിൽ ഉജ്റ, ടാക്സിയിൽ, ടാക്സി കാറിൽ അവർ ഹോട്ടലിലേക്ക് പോയി. വഹജസ ലഹും അൽ മുവല്ലഫു ഗുർഫത്തൽ ആയിലതി ഫി ദൗരിൽ ഖാമിസ്, ജീവനക്കാരൻ അവർക്കായി 5-ാം നിലയിൽ ഒരു ഫാമിലി റൂം ബുക്ക് ചെയ്തു നൽകി. ഇതാണ് ഇവിടെ തന്നിട്ടുള്ള പാരഗ്രാഫ്. ഇനി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, കൈഫ ദഹബ ഷമീലുൻ ഇലൽ ഫുന്ദുഖ്, ഷമീൽ എങ്ങനെയാണ് ഫുന്ദുക്കിലേക്ക്, ഹോട്ടലിലേക്ക് പോയത്? ദഹബ ഇലൽ ഫുന്ദുഖി ഫി സയ്യാറത്തിൽ ഉജ്റ, ടാക്സി കാർ, അതിനാണ് സയ്യാറത്തുൽ ഉജ്റ എന്ന് പറയാ. ഫി സയ്യാറത്തിൽ ഉജ്റ, ടാക്സി കാറിലാണ് ഹോട്ടലിലേക്ക് പോയത്. രണ്ടാമത്തത്, ശഅറ ഷമീലുൻ അന്ന ദാലിക സബാഹ അക്സറ ജമാലൻ ലിമാദ, അന്നത്തെ പ്രഭാതം വളരെ മനോഹരമായിട്ട് ഷമീലിന് അനുഭവപ്പെട്ടു. എന്തായിരുന്നു അതിന്റെ കാരണം? എന്തായിരുന്നു? ലിഅന്നഹു അവ്വലു മറത്തിൻ യുസാഫിറു ഫിത്തായിറ, കാരണം ആദ്യമായിട്ടാണ് അവൻ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രഭാതത്തിന് വളരെ മനോഹാരിത അവനിക്ക് അനുഭവപ്പെട്ടു. ലിഅന്നഹു അവ്വലു മറത്തിൻ യുസാഫിറു ഫിത്തായിറതി. ഇനി അടുത്തത് രണ്ടാമത്തത്, നഖ്താറുൽ ജവാബ സഹീഹ മിനൽ ഖൗസൈൻ. താഴെയുള്ള ഈ ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഐന ഹബതത്ത് ത്വായിറ, വിമാനം എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത്? ഫിൽ മതാരി, ഫി മൗഖിഫിൽ ഹാഫില, ഫിൽ മീനായി, എവിടെയാണ്? ഫിൽ മത്താർ, എയർപോർട്ടിൽ. എയർപോർട്ടിനാണ് മത്താർ എന്ന് പറയുന്നത്. ഫിൽ മത്താർ എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായത്. രണ്ടാമത്തത്, നക്തഷിഫു മിനൻ നസ്സി അൽ ജുമൂഅ ലിൽ കലിമാതി താലിയ,
താഴെയുള്ള ഈ പദങ്ങളുടെ പ്ലൂരൽ ജംഅകൾ എഴുതുകയാണ് വേണ്ടത്. ജബലുൻ, ജബൽ എന്ന് പറഞ്ഞാൽ മല. അപ്പോൾ ഇനി മലകൾ എന്നുള്ളതിന് എന്താണ് പറയാ? ജിബാലുൻ. ഈ പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. ജബലുൻ എന്നുള്ളതിന്റെ ജംഅ ജിബാലുൻ. അതുപോലെ ഗാബത്തുൻ, ഗാബത്തുൻ എന്നുള്ളതിന്റെ ജംഅ ഗാബാത്ത്, ഗാബാത്ത്. ഈ രൂപത്തിൽ ജംഉകൾ എഴുതുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം നുക്മിലുൽ ഹിവാറ, താഴെയുള്ള സംഭാഷണം പൂർത്തീകരിക്കാനാണ്. ذهب فؤاد مع أمه وأخيه إلى مكة لأداء العمرة. ഫുആദ് അവന്റെ ഉമ്മയുടെയും സഹോദരന്റെയും കൂടെ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി. ലഖിയ ഫുആദുൻ, ഫുആദ് കണ്ടുമുട്ടി ഷെയ്ഖൻ സഊദിയൻ, ഒരു സൗദി പൗരനെ കണ്ടുമുട്ടി. ഫജറാ ബൈനഹുമാ ഹിവാറൻ, അങ്ങനെ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് താഴെ തന്നിട്ടുള്ളത്. അത് നമ്മൾ യോജിച്ച സെന്റൻസുകൾ കൊടുത്ത് പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. ആദ്യമായി ഫുആദ് പറയുന്നു, നമ്മൾ ഒരാളെ ആദ്യമായി കണ്ടുമുട്ടിയാൽ സലാം പറയും. ആ സലാം എവിടെ എഴുതി കൊടുത്താൽ മതി, അസ്സലാമു അലൈക്കും. അപ്പൊ ഷെയ്ഖ് പറയാണ് വ അലൈക്കും അസ്സലാം. എന്നിട്ട് ഷെയ്ഖ് ചോദിക്കുന്നു മസ്മുക, എന്താണ് നിന്റെ പേര്? മാ ഇസ്മുക അല്ലെങ്കിൽ മസ്മുക, എന്താണ് നിന്റെ പേര്? അപ്പോൾ ഫുആദ് പറയുന്നു അന ഫുആദുൻ വ അൻത, എന്താണ് നിങ്ങളെ പേര്? അത് കേട്ടപ്പോൾ ഷെയ്ഖ് പറഞ്ഞു അന ഇമ്രാൻ ഇബ്നു അബ്ദുൽ ഖാദിർ, ഞാൻ ഇമ്രാനാണ്, ഇബ്നു അബ്ദുൽ ഖാദിർ ആണ്. അ അൻത ഹിന്ദിയുൻ, നിങ്ങൾ ഇന്ത്യക്കാരനാണോ? അപ്പൊ ഫുആദ് പറഞ്ഞു നഅം അന ഹിന്ദിയുൻ, അതെ ഞാൻ ഇന്ത്യക്കാരനാണ്. വ അൻത, നിങ്ങളോ? അപ്പൊ ഷെയ്ഖ് പറയാണ് അന സഊദിയുൻ, ഞാൻ സൗദിക്കാരനാണ്. ഐന അൻത ഫിൽ ഹിന്ദി, നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ്? ഫുആദ് പറയുന്നു അനമിൻ വിലായത്തി കേരള, ഞാൻ കേരള സംസ്ഥാനത്താണ്. അത് കേട്ടപ്പോൾ ഷെയ്ഖ് പറഞ്ഞു ലഖദ് സുർതു കേരള ഫി സനത്തിൽ മാലിയ, കഴിഞ്ഞ വർഷം ഞാൻ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഫുആദ് ചോദിച്ചു കൈഫ വിലായത്തുന, എങ്ങനെയുണ്ട് ഞങ്ങളെ സംസ്ഥാനം? ഷെയ്ഖ് പറഞ്ഞു വിലായത്തുക്കും, വിലായത്തുക്കും ജമീലത്തൻ ജിദ്ദ, വളരെ മനോഹരമാണ് നിങ്ങളുടെ സംസ്ഥാനം. ഹൽ സുർത്ത വിജ്ഹാത്തി സിയാഹിയ, നിങ്ങൾ അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ഷെയ്ഖ് ചോദിക്കാണ്. ഫുആദ് പറഞ്ഞു നഅം സുർതുഹ, അതെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അന മസ്റൂറും ബിലിഖാഇക്, അങ്ങയെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. ഷെയ്ഖ് പറയാണ് അന അയ്ളൻ മസ്റൂറും ബിലിഖാഇക്, എനിക്കും നിന്നെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. ഫുആദ് പറയുന്നു ശുക്രൻ ജസീലൻ മഅസ്സലാമ, അവസാനമായി ഷെയ്ഖ് പറയുന്നു അഫ്വൻ ഇലൽ ലിഖാ, വീണ്ടും കാണാം. ഈ രൂപത്തിൽ ഫുആദും ഈ ഷെയ്ഖും തമ്മിലുള്ള ഈ ഒരു സംഭാഷണം പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം നഖ്റഉൽ മൻളൂമ വ നുജീബു ഹസബൽ ഇർഷാദാത്ത്, താഴെ ഒരു കവിത തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. എന്താണ് കവിത? ഹാസൂബുൻ സയ്യന ലി ബൈതി യുർഷിദുനി യഹ്ഫളു ലി വഖതി യൻഖുലുനി നഹവൽ ബുൽദാൻ യുദ്ഖിലുനി ജിസ്മൽ ഇൻസാൻ യഖറഉ ലി ഖിസസൽ അജ്ദാദ് സഫഹാത്തിൻ തഹ്കിൽ അംജാദ് യഫ്തഹു ലി ബാബൽ മുസ്തഖ്ബൽ ലി അസീറ മുജിദ്ദൻ ലാ യഫ്അൽ. ഇത് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. ഹാസൂബുൻ സയ്യന ലി ബൈതി, കമ്പ്യൂട്ടർ എൻ്റെ വീടിന് അലങ്കാരമായിരിക്കുന്നു. യുർഷിദുനി യഹ്ഫളു ലി വഖതി, അത് എന്നെ വഴി നടത്തുന്നു, എൻ്റെ സമയം ലാഭിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. യൻഖുലുനി നഹ്വൽ ബുൽദാൻ, അത് എന്നെ വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. യുദ്ഖിലുനി ജിസ്മൽ ഇൻസാൻ, കൂടാതെ പഠനത്തിനായി മനുഷ്യ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. യഖറഉ ലി ഖിസസൽ അജ്ദാദ് സഫഹാത്തിൻ തഹ്കിൽ അംജാദ്, പൂർവികരുടെ പ്രതാപം പറയുന്ന താളുകളിലെ കഥകൾ അത് എനിക്ക് വായിച്ചു തരുന്നു. യഫ്തഹു ലി ബാബൽ മുസ്തഖ്ബൽ ലി അസീറ മുജിദ്ദൻ ലാ യഫ്അൽ, ശ്രദ്ധയുള്ള അധ്വാനിയായ ഒരു വ്യക്തിയായി മാറാൻ അത് എനിക്കായി ഭാവിയിലേക്കുള്ള വാതിൽ തുറന്നു തരുന്നു. ഇങ്ങനെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഈ കവിതയെ അടിസ്ഥാനമാക്കി നമ്മൾ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് അൽ ഹാസൂബു, കമ്പ്യൂട്ടർ സീനത്തു ബൈത്തി, എൻ്റെ വീടിന്റെ അലങ്കാരമാണ്. വഹുവ യുസാഇദുനി, അതെന്നെ സഹായിക്കുന്നു. അലാ ഹിഫ്ളി ഔഖാത്തി, എൻ്റെ സമയം സൂക്ഷിക്കുന്നതിന്. അതിനെ സൂചിപ്പിക്കുന്ന വരി ഏതാണ്?
ഒന്നാമത്തെ വരി ഹാസൂബുൻ സയ്യനലി ബൈതി യുർഷിദുനി യഹ്ഫളുലി വഖതി എന്നുള്ള ഒന്നാമത്തെ വരിയാണ് ഇതിന്റെ അർത്ഥം വരുന്ന വരി. ഇനി രണ്ടാമത്തത് ബ യഫ്തഹുൽ ഹാസൂബു ബാബൽ മുസ്തഖ്ബിൽ. യഫ്തഹുൽ ഹാസൂബു ബാബൽ മുസ്തഖ്ബിൽ, കമ്പ്യൂട്ടർ ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കുന്നു. അതിനെ സൂചിപ്പിക്കുന്ന വരി ഏതാണ്? അവസാനത്തെ വരി യഫ്തഹുലി ബാബൽ മുസ്തഖ്ബിൽ ലി അസീറ മുജിദ്ദൻ ലാ യഫഅൽ. അവിടെ യഫ്തഹുലി ബാബൽ മുസ്തഖ്ബൽ അത്ര എഴുതിയാലും മതി. ഇനി രണ്ടാമത്തത് നഖ്താറു മിനൽ മൻലൂമിൽ കലിമാത്തിൽ മുതനാഗിമ. ഈ കവിതയിലെ സമാന ശബ്ദത്തിൽ അവസാനിക്കുന്ന, ഒരേപോലത്തെ ശബ്ദത്തിൽ അവസാനിക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്, ബൈത്തി, ബൈത്തി. അതുപോലെ മറ്റൊരു വാക്കായിരുന്നു വഖ്തി, ബൈത്തി എന്നുള്ളത് പോലെ വഖ്തി. ഇനിയോ ബുൽദാൻ, ബുൽദാൻ. അതുപോലെ ഇൻസാൻ, ബുൽദാൻ, ഇൻസാൻ. ഇനിയോ അൽ അജ്ദാദ്, അൽ അംജാദ്. ഇങ്ങനെ ഈ കവിതയിൽ സമാന രൂപത്തിൽ ഒരേപോലെ അവസാനിക്കുന്ന വാക്കുകൾ കണ്ടെത്തുകയാണ് വേണ്ടത്. ഏതെല്ലാമായിരുന്നു? ബൈത്തി എന്നിവിടെ തന്നിട്ടുണ്ട്. ഇനി വഖ്തി, അതുപോലെ അൽ ബുൽദാൻ, അൽ ഇൻസാൻ, അൽ അജ്ദാദ്, അൽ അംജാദ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇലാ ഐന യൻഖുലുനൽ ഹാസൂബ്. ഈ കമ്പ്യൂട്ടർ എങ്ങോട്ടാണ് നമ്മെ കൊണ്ടുപോകുന്നത്? ഇലൽ ഖറിയ, ഇലൽ ബുൽദാൻ, ജിസ്മൽ ഇൻസാൻ. എവിടേക്കാണ്? ഇലൽ ബുൽദാൻ, വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു. ഈ രൂപത്തിൽ ആ കവിതയെ അടിസ്ഥാനമാക്കി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, നുഇദ്ദുൽ ഇഅ്ലാന, ഒരു പരസ്യം തയ്യാറാക്കാനാണ്. തജ്രി മുസാബഖത്തുൽ ഖുതുബത്തി ഫി മക്തബത്തിൽ ഖറിയത്തി ബി കണ്ണൂർ ബി മുനാസബത്തി യൗമുൽ ഇസ്തിഖ്ലാൽ. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ഗ്രാമീണ വായനശാലയിൽ വെച്ച് ഒരു പ്രസംഗ മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് 10-ാം തീയതിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് അറിയിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇവിടെ ചില ഭാഗങ്ങൾ തന്നിട്ടുണ്ട്, നമ്മൾ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിച്ചാൽ മാത്രം മതി. ഹെഡിങ് എന്താണ്? അൽ ഇഅ്ലാൻ. ഇഅ്ലാൻ എന്ന് പറഞ്ഞാൽ പരസ്യം. ഈ പരസ്യം ഇനി നമ്മൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അൽ ഇഅ്ലാനു എന്ന് പറഞ്ഞാൽ പരസ്യം, ഹെഡിങ് അതവിടെ തന്നിട്ടുണ്ട്. ഇനി താഴെ തസുറു, തസുറു എന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ആരാണ് അറിയിക്കുന്നത്? ആരാണ് ഈ പരിപാടി നടത്തുന്നത്? അത് മക്തബത്തുൽ ഖറിയത്തി ബി കണ്ണൂരല്ലേ? അത് അവിടെ എഴുതി കൊടുക്കുക. തസുറു മക്തബത്തുൽ ഖറിയത്തി ബി കണ്ണൂർ. ശേഷം ബി ഇഅ്ലാനി എന്നവിടെയുണ്ട്. ബി ഇഅ്ലാനി പരസ്യം ചെയ്യുന്നതിൽ. എന്ത്? മുസാബഖത്തിൽ ഖുതുബത്തി, പ്രസംഗ മത്സരം, പ്രസംഗ മത്സരം. അപ്പോൾ മുസാബഖത്തുൽ ഖുതുബത്തി എന്നവിടെ എഴുതി കൊടുക്കുക. ശേഷം ബി മുനാസിബത്തി, ഏത് ദിവസത്തിലാണ് ഇത് നടക്കുന്നത്? ബി മുനാസിബത്തി യൗമിൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ ദിനത്തിൽ. അപ്പോൾ എന്തായി? തസുറു മക്തബത്തുൽ ഖറിയത്തി ബി കണ്ണൂർ ബി ഇഅ്ലാനി മുസാബഖത്തിൽ ഖുതുബത്തി ബി മുനാസബത്തി യൗമിൽ ഇസ്തിഖ്ലാൽ എന്നുള്ള രൂപത്തിൽ അവിടെ നമ്മൾ പൂർത്തീകരിക്കുക. ഇനി ഫർറജാഉ മിനൽ മുശാരിക്കീൻ, പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അത്തസ്ജീലു അബറ മൗഖിഇൽ മക്തബത്തി ഫി അഖ്റബി വഖ്തിൻ മുംകിനിൻ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം ലൈബ്രറിയുടെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി താരീഖു നിഹായത്തി തസ്ജീൽ, ഈ രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി എന്നാണ്? അത് ഓഗസ്റ്റ് 10, 2025. രണ്ടാമത്തത് മൗഖിഉ തസ്ജീൽ, ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സ്ഥലം ഏതാണ്? അത് മൗഖിഉൽ മക്തബ, ഏത് തന്നെയാണ്? ഈ ലൈബ്രറി വെബ്സൈറ്റ് ആണ്. ഇനി താരീഖുൽ ബർനാമിജ്, ഈ പ്രോഗ്രാമിന്റെ ഡേറ്റ് എന്നാണ്? അത് ഓഗസ്റ്റ് 15, സ്വാതന്ത്ര്യ ദിനത്തിലാണ്. ഈ രൂപത്തിൽ അവിടെ വിട്ട ഭാഗം പൂരിപ്പിച്ച് ഒരു പരസ്യം നമ്മൾ അവിടെ തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ആറാമത്തെ ചോദ്യം, നുക്മിലു ഇസ്തിമാറത്ത് തസ്ജീൽ റഖ്മി. നമ്മളൊരു ഡിജിറ്റൽ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുകയാണ് വേണ്ടത്. എന്താണ് ടോപ്പിക്? തജ്രി മുസാബഖത്തു ഇൻഷാദിൽ മൻലൂമി ബി മുനാസബത്തി യൗമിൽ ബിഅത്തി തഹത ഇഷ്റാഫിൽ മജ്ലിസിൽ ഖറവി നുക്മിലു ഇസ്തിമാറത്ത് തസ്ജീൽ. ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു കാവ്യാലാപന മത്സരം നടക്കുന്നു.
ഇതിനായുള്ള രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി താഴെയുള്ള ഈ ഡിജിറ്റൽ ഫോം നമ്മൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് അവിടെയുള്ളത്? അൽ ഇസ്മുൽ കാമിൽ. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ പരിപൂർണമായ പേര്. നമ്മുടെ പേര് അവിടെ എഴുതി കൊടുക്കാം. അതുപോലെ ഇസ്മുൽ മദ്രസ. ഇനി മൂന്നാമത്തത് അൽ ജിൻസു, നമ്മുടെ ലിംഗം ദക്കറാണോ അതുപോലെ ഉൻസയാണോ എന്ന്, മെയിലാണോ ഫീമെയിലാണോ എന്ന് എഴുതി കൊടുക്കുക. അസഫു ക്ലാസ്, അസഫു സാദിസ് എന്നിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി താരീഖുൽ വിലാദ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. താരീഖുൽ വിലാദ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എഴുതി കൊടുക്കുക. അതുപോലെ അൽ ഉൻവാൻ, ഉൻവാൻ എന്ന് പറഞ്ഞാൽ അഡ്രസ്, മേൽവിലാസം, അത് അവിടെ എഴുതി കൊടുക്കുക. ഇനി റഖ്മു തവാസുൽ, റഖ്മു തവാസുൽ എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ അവിടെ എഴുതി കൊടുക്കുക. ഇങ്ങനെ ഈ ഡിജിറ്റൽ ഫോം നമ്മൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. അതുപോലെ അതിന്റെ താഴെ അത്തഖ്ദീം എന്നുള്ളതിന്റെ അർത്ഥം സബ്മിറ്റ് എന്നാണ്. സബ്മിറ്റ്, സമർപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇനി ഇവിടെ നസിലു ബൈനൽ അമൂദൈൻ, ഈ താഴെയുള്ള വാക്കുകൾ കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്, ശരിയായതിലേക്ക് മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് വാക്കുകൾ? അസ്സബാഹു പ്രഭാതം, അൽ ഹിന്ദു ഇന്ത്യ, അതുപോലെ അൽ ഔലാദു കുട്ടികൾ, ഇനി അൽ മിർവഹത്തു ഫാൻ. ഇനി അതിനോട് യോജിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? അസ്സബാഹ് പ്രഭാതം എന്നുള്ളത്, അതിനോട് യോജിച്ച വാക്ക് ഏതാണ്? അവസാനത്തത് അൽ ഫത്തൂർ എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം. ഇനി രണ്ടാമത്തത് അൽ ഹിന്ദു ഇന്ത്യ എന്നുള്ളത് ഖാറത്തു ആസിയ, ഏതാണ്? ഏഷ്യൻ വൻകരയാണ്. ഇനി അൽ ഔലാദു കുട്ടികൾ, എൽ അബൂന ഒന്നാമത്തെ വാക്ക് എൽ അബൂന. ഇനി അൽ മിർവഹത്തു അൽ കഹ്റുബ, ഈ രൂപത്തിൽ കഹ്റുബ എന്ന് പറഞ്ഞാൽ വൈദ്യുതി, മിർവഹത്ത് എന്ന് പറഞ്ഞാൽ ഫാൻ, അൽ മിർവഹത്തു അൽ കഹ്റുബ എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്യുക. ഇങ്ങനെ വാക്കുകൾ യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി ആറാമത്തെ ചോദ്യത്തില് ബി ഓപ്ഷൻ ആണ്. നഖ്റഉൽ ഫിഖ്റത വനുജീബു, താഴെയുള്ള ഈ പാരഗ്രാഫ് വായിച്ച് ഉത്തരം എഴുതാനാണ്. നുക്മിലുൽ ഫിഖ്റത ബി മുസാഅദത്തിൽ കലിമാത്തി ഫിൽ മുറബ്ബഇ മഅ തബ്ദീലാത്തിൽ ലാസിമ. താഴെയുള്ള ഈ പാരഗ്രാഫ് നമ്മൾ വായിക്കുക. എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ ചില വെർബുകൾ കൊടുത്തിട്ടുണ്ട്, ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഫീലുകളെ സബ്ജക്റ്റിനനുസരിച്ച് ശരിയാക്കി നമ്മൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. എന്താണ്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആതിഫുൻ വ ഉമ്മുഹു വ അബൂഹു, ആതിഫും അവന്റെ ഉമ്മയും ഉപ്പയും. ഇനി ബ്രാക്കറ്റിൽ എന്താണുള്ളത്? റഖിബ എന്നേ ഉള്ളൂ. റഖിബ എന്ന് പറഞ്ഞാൽ എന്താണ്? കയറി എന്നാണ്. അവൻ ഒരു പുരുഷൻ കയറി എന്നാണ് റഖിബ എന്നുള്ളതിന്റെ അർത്ഥം. ഇവിടെ മൂന്നാളുകളില്ലേ, അപ്പോൾ റഖിബ റഖിബ റഖിബു, റഖിബു എന്നാക്കി കൊടുക്കണം. ആതിഫുൻ വ ഉമ്മുഹു വ അബൂഹു റഖിബു, അവര് മൂന്ന് പേരും കയറി എന്നർത്ഥം കിട്ടും. റഖിബു അസ്സയ്യാറത, കാറിൽ കയറി. അസ്സയ്യാറത ലിദ്ദിഹാബി ഇലാ മഹല്ലിൽ അഖ്മിഷ, എന്തിനു വേണ്ടിയാണ് അവർ കാറിൽ കയറിയത്? ലിദ്ദിഹാബി ഇലാ മഹല്ലിൽ അഖ്മിഷ, വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ്. ഇനി ഡാഷ്, അവിടെ ബ്രാക്കറ്റിൽ വസല എന്ന് കൊടുത്തിട്ടുണ്ട്. വസല എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു എന്നാ. ഒരാൾ എത്തിച്ചേർന്നു എന്നുള്ളതിനാണ് വസല എന്ന് പറയുക. ഇവിടെ മൂന്നാളുകളില്ലേ, അപ്പോൾ എന്താണ് വേണ്ടത്? വസലു. അങ്ങനെ ഈ ബ്രാക്കറ്റിലുള്ള ഓരോ ഫീലുകളും ജം ആക്കണം. വസലു, അവർ എത്തിച്ചേർന്നു. ഫിൽ മഹല്ലി, ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. ബഅദൽ ളുഹ്രി, ളുഹറിന് ശേഷം. ഇനി വതനാവലു, അവർ കഴിച്ചു. എന്ത്? അൽ ഗദാ, ലഞ്ച് കഴിച്ചു. തനാവല എന്നാണ് അവിടെ ഉള്ളത്, അത് തനാവലു, അവർ കഴിച്ചു എന്നാക്കി കൊടുക്കണം. വതനാവലു അൽ ഗദാ മഅൻ, ഒരുമിച്ച് അവർ ഭക്ഷണം കഴിച്ചു. ഇനിയോ ഇഷ്തറ എന്നാണ് അവിടെ ഉള്ളത്, അതെന്താക്കണം? ഇഷ്തറൗ, അവർ വാങ്ങി. അൽ മലാബിസ, വസ്ത്രങ്ങൾ വാങ്ങി. അതുപോലെ വശരിബു, ഷരിബ എന്നാണ് അവിടെ ഉള്ളത്, അത് ഷരിബു, അവർ കുടിച്ചു എന്നാക്കണം. വശരിബു, അവർ കുടിച്ചു. അൽ അസീറ, ജ്യൂസ് കുടിച്ചു. എന്നിട്ട് വറജഉ, അവർ മടങ്ങി. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. മസാഅൻ, വൈകുന്നേരം. ചുരുക്കത്തിൽ ഇവിടെ റഖിബ എന്നുള്ളത് റഖിബു എന്നാക്കണം. വസല എന്നുള്ളത് വസലു എന്നാക്കണം. തനാവല എന്നുള്ളത് തനാവലു എന്നാക്കണം. ഇഷ്തറ എന്നുള്ളത് ഇഷ്തറൗ എന്നാക്കണം. ഷരിബ എന്നുള്ളത് ഷരിബു എന്നാക്കണം. റജഅ എന്നുള്ളത് റജഉ എന്നാക്കണം. അങ്ങനെ ആക്കിയിട്ട് ആ പാരഗ്രാഫ് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം. മുനീറുൻ വലദുൻ മാഹിറുൻ, മുനീർ നല്ല നിപുണനായ നല്ല ഒരു കുട്ടിയാണ്. യൗമൻ, ഒരു ദിവസം. ദഹബ മഅ അഖീഹി ഇലാ ഊത്തി, അവന്റെ സഹോദരനോടൊപ്പം അവൻ ഊട്ടിയിലേക്ക് പോയി. റഅ സദീഖഹു ജമാലൻ, അവന്റെ കൂട്ടുകാരനായ ജമാലിനെയും കണ്ടു. ഷാഹദു, അവർ കണ്ടു. മനാളിറ ജസാബ, നല്ല അത്ഭുതങ്ങൾ നിറഞ്ഞ മനോഹരമായ കാഴ്ചകൾ കണ്ടു.
ലഇബു അവർ കളിച്ചു, ഖുറത്തൽ ഖദമി ഫിൽ മൈദാൻ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചു. ഷരിബുൽ അസീറ അവർ ജ്യൂസ് കുടിച്ചു, മഅൻ ഒരുമിച്ച്, വറജഉ അവർ മടങ്ങി, മസാഅൻ വൈകുന്നേരം. ഇനി ഇവിടെ കണ്ടോ നുമയ്യിസുൽ അഫ്ആല ലി ലമാഇരി ഹുവ ഹും. നമ്മളിവിടെ രണ്ട് ലമീറുകൾ തന്നിട്ടുണ്ട്, ഹുവ എന്നുള്ളതും ഹും എന്നുള്ളതും. അതിനോട് യോജിച്ച ഫിഅലിലേക്ക് നമ്മൾ മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഒരുവൻ എന്നാണ് അർത്ഥം. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറെ ആളുകൾ. അതിനെ സൂചിപ്പിക്കുന്ന രണ്ട് ലമീറുകളാണ്. ഒന്നാമത്തെ ഫീൽ എന്താണ്? ദഹബ. ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നാണ്. അപ്പോൾ ഏതായിരിക്കും ലമീർ? ഹുവ എന്നുള്ളതാണ്. അതിലേക്ക് മാച്ച് ചെയ്യണം. ഇനി ഷാഹദു അവർ കണ്ടു, കുറെ ആളുകളാണ്, അവർ കണ്ടു. അതിനോട് യോജിച്ച ലമീർ ഹും എന്നുള്ളതാണ്. അതിവിടെ ഓൾറെഡി മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി റഅ. റഅ എന്ന് പറഞ്ഞാൽ അവൻ കണ്ടു, ഒരാളാണ്. അപ്പോൾ ഹുവ എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്യുക. ഷരിബു അവർ കുടിച്ചു, ഹും എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്യുക. ലഇബു അവർ കളിച്ചു, അതും ഹും എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്യുക. ഇങ്ങനെ യോജിച്ച ലമീറിലേക്ക് നമ്മൾ മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇതാണ് 6ാം ക്ലാസ്സിലെ അറബിക്കിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികൾ ഇതെല്ലാം നിർബന്ധമായും എഴുതി പരിശീലിക്കണം. വളരെ ഈസിയായി തന്നെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അള്ളാഹു നല്ല വിജയം നൽകട്ടെ. നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.